ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ മോളെ നൂറെ, എന്താ ഉണ്ടായത്? TV ന്യൂസിലേക്ക് കാണിക്കുന്നുണ്ട്. ഓ, ഇവിടെ TV ഇല്ലല്ലോ, അതാ നിങ്ങൾ അറിയാഞ്ഞത്. എന്താ കാര്യം പറഞ്ഞേ? അത് പിന്നെ വിഷ്ണുവേട്ടൻ ഓടിച്ചിരുന്ന ലോറിക്കകത്തുനിന്ന് സ്പിരിറ്റ് പിടിച്ചത്രേ. വിഷ്ണുവേട്ടൻ പോലീസിനെ വെട്ടിച്ച് ഓടുന്നതിന്റെ വിഷ്വൽസാ ചാനൽ മുഴുവൻ കാണിക്കുന്നത്. കൂടെയുള്ള കമലിനെ അറസ്റ്റ് ചെയ്തു. ഈശ്വര, ഇതെന്തൊരു പരീക്ഷണോ! ലോറിയിൽ സ്പിരിറ്റ് കടത്തിയെന്നോ? മോളെ, അവനൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. സത്യമേ, ന്യൂസില് ഞാൻ വിശ്വസിക്കില്ല. എന്റെ മകൻ വിഷ്ണു അങ്ങനൊന്നും ചെയ്യില്ല. ഇത് ചതിയാ, ആരോ വെച്ച കെണിയാ. അതിലും വീണുപോയതാ. വിഷ്ണുവേട്ടനെ അറിയാവുന്നവർക്കെല്ലാം അത് അറിയാച്ചാ. പക്ഷേ ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് വിഷ്ണുവേട്ടനെ സേഫ് ആക്കുക എന്നതാ. ഞാൻ ആ ദാസൻ എന്ന് വിളിച്ചു നോക്കട്ടെ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അയാള് ചെയ്തു തരേണ്ടതാ. ഞാൻ നോക്കട്ടെ. എന്നാലും അവനിങ്ങനെ ഒരു ചതിപ്പെടാം. ശത്രുക്കളാ, ചുറ്റും ശത്രുക്കളാ. അയാൾ എടുക്കുന്നില്ല. എടുക്കില്ല പാമേ, എടുക്കില്ല. ഇത് എല്ലാരും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള കളിയാ. മനഃപൂർവ്വേ നമ്മുടെ വിഷ്ണുവിനെ കൊടുക്കാനുള്ള കെണിയാ. സമയദോഷം വരാനുള്ളതെല്ലാം വന്നു ചേരും. ഓ, അനുഭവിക്കട്ടെ. അല്ലാതെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? ഈ പണി വേണ്ട, ഇതൊരു അപകടം പിടിച്ച പണിയാണെന്ന് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാ. അതൊന്നും അവൻ കേട്ടില്ലല്ലോ. അപ്പൊ പിന്നെ വരുന്നത് അനുഭവിക്കട്ടെ. അല്ലാതെ ആദ്യം കയറി ചാവാനൊന്നും എനിക്ക് വയ്യ. മോളെ, അവനെ ഒന്ന് വിളിച്ചു നോക്കിയേ. അവനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. വിവരം അറിഞ്ഞപ്പോഴും ഞാൻ വിളിച്ചതാ സത്യമേ. സ്വിച്ച് ഓഫാ. ഇത്രയും വലിയ കുഴപ്പത്തിൽ ചാടിയെങ്കിൽ വിഷ്ണുട്ടൻ ഒരിക്കലും മൊബൈൽ ഓണാക്കി വെക്കില്ലല്ലോ. കിട്ടുന്നില്ല. എന്റെ ഭഗവാനെ, എന്റെ കൊച്ചിനൊരാപത്തും വരുത്താതെ കാത്തോളണേ. വിഷ്ണു, 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 വിഷ്ണു. വേറെ ആരുമില്ല. ഈ സ്ഥലം അത്ര പെട്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാനാവില്ല. ഇനി അഥവാ വന്നാൽ തന്നെ ഇതിനകത്ത് നിന്ന് നിന്നെ ആർക്കും കൊണ്ടുപോകാനും പറ്റില്ല. ചുറ്റും നമ്മുടെ ആൾക്കാരാ. എന്റെ കാര്യത്തിൽ എനിക്ക് അത്ര ചിന്തകളോ ആവലാതികളോ ഒന്നും ഇല്ല സുബീർക്ക. വീട്ടില് അച്ഛന്റെ കാര്യം ആലോചിച്ചിട്ടുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. എന്റെ ഈ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നതും ആദ്യ പിടിക്കുന്നതും അച്ഛൻ തന്നെയായിരിക്കും. അക്കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. അതെല്ലാം വേണ്ടതുപോലെ ഞാൻ നോക്കിക്കോളാം. കാര്യങ്ങൾ നമ്മുടെ വഴിക്ക് വരുന്നതുവരെ ഇവിടെ ഇങ്ങനെ കഴിയുക തന്നെ വേണം. ശാലിനിയുടെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നില്ല. ഈ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെടുന്ന അവള് തന്നെയാ. കമലം പറഞ്ഞത് തന്നെയാണ് ശരി. ഈ കെണി നിനക്കായിട്ട് ഒരുക്കിയതല്ല. നിന്നിലൂടെ അവർ വീഴ്ത്തിയത് ശാലിനി മേഡത്തിനെ തന്നെയാ.